ഞാൻ ഹൗസിൽ ചെന്നപ്പോൾ ഒനീലിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഒനീലിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കി. അതാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ വേദനിക്കപ്പെടുമെന്നാണ് ഞാൻ എഴുതിയത്. എൻ്റെ ലൈഫിൽ എൻ്റെ ഒപ്പമുള്ള എല്ലാ പെൺകുട്ടികളെയും സംരക്ഷിച്ചിട്ടുള്ള അല്ലാതെ ഞാൻ ഒരാളടുത്ത് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഹൃദയത്തിൽ നിന്ന് തന്നെ പറഞ്ഞാണെന്ന് തോന്നുന്നു. പിന്നെ മസ്താനി എന്ന് പറയുന്ന ഒരാളുടെ ഫേക്ക് ആക്ടിവിറ്റീസ്. ഞാൻ 1 മണിക്കൂർ ഹൗസിൽ നിന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പൊളിച്ചടുക്കിയിട്ട് ഇറങ്ങി വരത്തുള്ളൂ എന്ന് വിചാരിച്ച ഒരാളാണ്. ഒന്ന്, ഒരുപാട് വേദനിക്കപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ഇവിടെ വന്നിന്ന് ചിരിക്കാൻ പാടില്ല. ആ ഔചിത്യബോധം ഉണ്ടാവണം. അതാണ് മസ്താനിക്ക് ഇല്ലാതെ പോയത്. ജുനൈസിന്റെ വെക്ഷനിൽ വിഷമം തോന്നിയിരുന്നു. ഇപ്പോൾ റിലീസ് ചെയ്ത് ഓപ്പൺ പോലും ചെയ്യാതെ ഞങ്ങളെ രണ്ടുപേരെ ഹഗ്ഗൊക്കെ ചെയ്യുമ്പോൾ ജുനൈസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാട്. കാരണം മിനിമം റണ്ണറപ്പെങ്കിലും ആയി നിൽക്കുകയല്ലേ. ലൈവ് കൊണ്ട് പ്രയോജനം യൂട്യൂബിൽ റിവ്യൂ ഇട്ട് ജീവിക്കുന്നവർക്കാണ്. 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂറിന് വേണ്ടിയാണ് ഇവർ ഷോ നടത്തുന്നത്. പക്ഷേ അത് സത്യമാണോ അല്ലയോ നിങ്ങൾക്കറിയത്തില്ല. സമൂഹം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നീ വലിയ സീരിയൽ നടൻ, നീ വലിയ സെലിബ്രിറ്റി, ഞങ്ങളുടെ പാവം അനീഷിനോട് നീ ഇങ്ങനെ കാണിക്കുന്ന നീ ആരെന്നാടേ നിന്റെ വിചാരം. ഇത് ഷാനവാസിനും വളരെ മനോഹരമായിട്ട് അറിയാം. കണ്ടസ്റ്റൻസിനെ കുറിച്ച് പരാമർശിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ വരുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ അടുത്ത് ഒരു പക്ഷേ ബിഗ് ബോസിലെ അപൂർവം സംഭവിക്കുന്ന അലിഗേഷൻ പരിപാടികൾ ഉന്നയിക്കുന്നതും ആയിട്ട് പടുത്ത ഒനിയിൽ സാബുനുണ്ടായിരുന്നു. പക്ഷെ അതിനെ അനുകൂലമായിട്ടൊരു സ്റ്റോറി കണ്ടായിരുന്നു ഒനിയിൽ സാബുവിൻ്റെ രീതിയിലേക്ക് നിന്ന്. അത്തരത്തിലുള്ള അലിഗേഷൻ ഉന്നയിക്കുന്നു. അത് സമൂഹത്തിന് മുമ്പ് എന്താണോ അതിൻ്റെ ശരി അല്ലെങ്കിൽ തെറ്റുകൾക്ക് അപ്പുറത്തേക്ക് അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് അതിൻ്റെ അകത്തിരിക്കുന്നവർക്കൊരു ഭയം ഉണ്ടാവും, പേടിയുണ്ടാവും. ശരിക്കും എന്താ ആ വിഷയം? ഒനീലിനെ ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നത്, എൻ്റെ മക്കൾക്ക് ഒനീലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹൗസിൽ ചെന്നപ്പോൾ ഒനീലിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഒനീലിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കരുതിയിട്ടൊരു മോശം മത്സരാർത്ഥിയാണെന്നുണ്ടെങ്കിലൊന്നും ഞാനൊരിക്കലും വോട്ട് ചെയ്യണമെന്ന് പോലും പറയത്തില്ല. അതാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ വേദനിക്കപ്പെടുമെന്നാണ് ഞാൻ എഴുതിയത്. എനിക്ക് അയാളൊരു ശുദ്ധിയുള്ള ഒരു നല്ല മനുഷ്യനായിട്ട് തോന്നി. അയാളുടെ ഒരു വാക്ക്, ഞാൻ ഇത്രയും 42 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ഒപ്പമുള്ള എല്ലാ പെൺകുട്ടികളെയും സംരക്ഷിച്ചിട്ടുള്ള അല്ലാതെ ഞാൻ ഒരാളടുത്ത് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് പറയും. എനിക്കത് ഭയങ്കര ഹൃദയത്തിൽ നിന്ന് തന്നെ പറഞ്ഞാണെന്ന് തോന്നി. പിന്നെ മസ്താനി എന്ന് പറയുന്ന ഒരാളുടെ ഫേക്ക് ആക്ടിവിറ്റീസ്. ഞാൻ 1 മണിക്കൂർ ഹൗസിൽ നിന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പൊളിച്ചടുക്കിയിട്ട് ഇറങ്ങി വരത്തുള്ളൂ എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ ടാസ്ക് നടക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ മങ്ങൾ വന്നതിന് ഉദ്ദേശം പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി സംഭവം ആയതുകൊണ്ടുമാണ്. അതാണ് ഞാൻ ഇടയ്ക്കൊരു ചെറിയ പോയിന്റിൽ ഇത് പറഞ്ഞത്. ഗാർഡിയൻ സ്ഥാനം എനിക്കൊന്ന് ഞാൻ അനുഭവം വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, പഴുത്തലയാവാതെ നോക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എവിക്റ്റായിപ്പോയി. അപ്പോൾ പഴുത്തലയാവുന്ന പച്ചില അപ്പാനി ശരത്തിൻ്റെ വീഴ്ചയിൽ ഭയങ്കരമായി പൊട്ടിച്ചിരിച്ച ഒരാളാണ്. അന്നേരം ഇപ്പുറത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അത് പക്ഷേ കേട്ടോന്നറിയത്തില്ല അവർ, ഞാൻ പഴുത്തലയാവാതെ നോക്കിക്കോ. ഇപ്പോൾ ഈ എവിക്ഷനിൽ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു ഈ എവിക്ഷനിൽ ചിരിച്ചു അല്ലെങ്കിൽ സന്തോഷിച്ചു എന്നുള്ളത്. അവിടെ സ്വാഭാവികമായിട്ട് ആ ഒരു വാക്ക് വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു. ഇപ്പോൾ പലപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ശൈത്യമൊക്കെ ആണെങ്കിൽ പോലും ഈ വിഷമിക്കലും കരയിലും ചെയ്യുന്നുണ്ട്. മുൻ സീസണിലുണ്ട് നമ്മളിപ്പോൾ നോമിനേറ്റ് ചെയ്യും കണ്ടസ്റ്റൻസിനെ, അവരെ എവിക്ഷൻ പ്രക്രിയയിലേക്കാണ് നോമിനേറ്റ് ചെയ്യണേ, ക്യാപ്റ്റൻസി ടാസ്കിലോട്ടൊന്നുമല്ല. പക്ഷെ എന്നിട്ട് ഈ നോമിനേറ്റ് ചെയ്തുള്ള ആരാളാണോ ഈ ആൾ എവിക്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡ്രാമ പരിപാടികളും കണ്ടിന്യൂ വരാറുണ്ട്. കരച്ചിലിൽ ഡ്രാമ തന്നെയാണ് 100%. കാരണം നമ്മൾ കരയേണ്ട ഒരു കാര്യമില്ല. ഒരാൾ പോകുമ്പോഴും ബേസിക്കലി കരയേണ്ട കാര്യമില്ല. നമ്മളുമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്ന ഒരാൾ പോകുമ്പോൾ നമുക്ക് ഹൗസിൽ നമുക്കൊരു ഒറ്റപ്പെടൽ വരും. അതിൻ്റെ പേരിൽ നമുക്ക് വിഷമം വന്നേക്കാം. അല്ലാതെ നമ്മൾക്ക് ഒപ്പം മത്സരിച്ച് ഒരു മത്സരാർത്ഥി എവിക്റ്റായിപ്പം കരയുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇമോഷണലി കണക്ട് അല്ലാത്ത ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. ഇമോഷണലി കണക്ട് ആവുകയാണെങ്കിൽ കരച്ചിൽ വരും. എൻ്റെ സീസണിൽ എനിക്ക് 5 ദിവസം എവിക്റ്റായി പോയപ്പോൾ ഭയങ്കര വിഷമം വന്നു. കാര്യം അത് ആ 2 ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. രാവിലെ വരുമ്പോൾ നമ്മൾ എന്നെ ഒന്ന് ഹഗ് ചെയ്യും, കെട്ടിപ്പിടിക്കും. അപ്പോൾ നാളെ അങ്ങനെ ഒരാൾ അവിടെ ഹൗസിൽ ഇല്ലല്ലോ എന്നൊരു ചിന്തയിൽ നമുക്ക് പെട്ടെന്നൊരു വിഷമമൊക്കെ വരും. ഷിജുചേട്ടൻ പോയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞേനെ. അപ്പം വിഷ്ണുവൊക്കെ പക്ഷേ 84 പോയത്. അപ്പോൾ അത് ഒക്കെ അതെന്താണ് അവൻ്റെ എവിക്ഷൻ സംഭവിച്ചത്, അവൻ എവിക്റ്റായി പോകേണ്ട ഒരാളല്ലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കരച്ചിലിലെ ഡ്രാമ മാറ്റി വെച്ചാൽ നമുക്ക് ചിരിക്കാതെയും പരിഹസിക്കാതെയൊക്കെ ഇരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ശത്രു മരിച്ചാൽ നമ്മൾ അവിടെ പോയി ചിരിക്കുമോ? നമ്മളയാൾ ശത്രുവാണ്, നമ്മളെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ്. അയാൾ മൂലം ജീവിതത്തിൽ നമുക്ക് പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും നമ്മളവിടെ പോയി പരിഹസിക്കത്തില്ല. നമ്മൾ ഉള്ളിൽ സന്തോഷിക്കും. പരിഹസിച്ചാൽ അതിൻ്റെ ഒരു അപകടം വളരെ വലുതാണ്. കാര്യം സമൂഹത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന്, ഒരുപാട് വേദനിക്കപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ഇവിടെ വന്നിന്ന് ചിരിക്കാൻ പാടില്ല. ആ ഔചിത്യബോധം ഉണ്ടാവണം. അതാണ് മസ്താനിക്ക് ഇല്ലാതെ പോയത്. അവിടെ മത്സരമാണ്, മരിച്ചതല്ല, പക്ഷേ മത്സരമാണ്. ഹൗസിൽ നിന്ന് അതുവരെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എവിക്റ്റായി പോകുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളെ ശരിയാണ് ഞാൻ നോമിനേറ്റ് ചെയ്താണ് എവിക്റ്റ് ആക്കുന്നത്, പക്ഷേ അവർക്ക് പെട്ടെന്നൊരു വാക്കും ഫീൽ ഉണ്ടാവും. അത് നമുക്കെല്ലാവർക്കും ഉണ്ടാവും. നമ്മൾക്ക് ഇപ്പം നമ്മളെ ഡെയിലി തെറി വിളിക്കുന്ന ഒരാൾ നാളെ തെറി വിളിക്കാനില്ലെങ്കിൽ
ഒരു സുഖമില്ല. ആയിരിക്കാമോ? ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാരൊക്കെ വന്ന് എല്ലാ പോസ്റ്റിനും വന്ന് 4 തെറിയൊക്കെ വിളിക്കുന്ന ഫസ്റ്റിൽ അവൻ കാണും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ അനുകൂലിച്ചിടുന്ന ഒരാൾ പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ അയാളെ അവൻ എന്താ മറ്റേ പുള്ളിയുടെ കമ്പനി നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ജുനൈസിന്റെ എവിക്ഷനിൽ വിഷമം തോന്നിയിരുന്നു? ജുനൈസ് എവിക്റ്റ് ആയില്ലല്ലോ. ജുനൈസ് അല്ല, ഐ മീൻ തേർഡില് വന്ന് അവിടെ നിന്നു, എവിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ മണിക്കൂറുകളല്ലേ ബാക്കിയുള്ളൂ. നമുക്ക് ആരാണ് വിജയ് ആവണം എന്നുള്ള ചിന്തയല്ലേ ഉള്ളായിരുന്നു. ഫൈനൽ ടൂർ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഞാൻ അതിനകത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനന്ന് ബിഗ് ബോസിൻ്റെ അണിയർപ്പുറത്തോട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ കാർഡ് ഇങ്ങനെ കൊണ്ട് തന്നിട്ട് കാർഡ് കൊണ്ട് തന്നിട്ടാണല്ലോ നമ്മൾ എവിക്റ്റ് ആക്കിയത്. ഞങ്ങൾ അകത്ത് പോയി ടാസ്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ക്രിയേറ്റേഴ്സിനോട് പിന്നീട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു മണ്ടത്തരാണ് കാണിച്ചത്, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരിക്കലും കൊണ്ടുതരാൻ പാടില്ലായിരുന്നു. കാര്യം എനിക്ക് 100% ഞാൻ എവിക്റ്റായി പോകില്ല എന്നുള്ള കോൺഫിഡൻസിലല്ലേ ഞാൻ മുമ്പേ കൺഫ്യൂഷൻ പറയുന്നുണ്ട്, ജുനൈസും പറയുന്നുണ്ട് ഇത് കൊണ്ടുവന്നേരോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. അവസാനം എൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നങ്ങ് നിന്നു. നിന്നപ്പോൾ അത് എടുക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കുള്ളല്ലോ. പക്ഷെ അത് എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്താതെ ഇത് റിനീഷയുടെ കൈ കൊണ്ട് കൊടുക്കണമായിരുന്നു. റിനീഷയുടെ കൈ കൊണ്ട് കൊടുത്താൽ റിനീഷ ഇത് ഓപ്പൺ പോലും ചെയ്യത്തില്ല. കാര്യം റിനീഷയ്ക്ക് സെക്കൻഡ് വരുമെന്നൊന്നും അങ്ങനെ കോൺഫിഡൻസ് ഒന്നുമില്ല. അപ്പോൾ റിനീഷ ഇത് ഓപ്പൺ പോലും ചെയ്യാതെ ഞങ്ങളെ രണ്ടുപേരെ ഹഗ്ഗൊക്കെ ചെയ്യുമ്പോൾ ജുനൈസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാട്. കാരണം മിനിമം റണ്ണറപ്പെങ്കിലും ആയി നിൽക്കുകയല്ലേ. അപ്പം റിനീഷ എവിക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നു, ഹാപ്പിയായിട്ട് കൈയൊക്കെ കൊടുക്കുന്നു. ആ വാതിക്കെ ചെല്ലുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, റിനീഷ കൈയിരിക്കുന്ന കാർഡ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അവളുടേതല്ല. അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇപ്പുറത്ത് താൻ റണ്ണറപ്പായി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാൾ എവിക്റ്റ് ആവുകയാണ്. ഒരു വലിയ ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരാളുടെ ഭയങ്കര പൊട്ടിച്ചിരിയോ ഒരു സന്തോഷമോ അവിടെ സൃഷ്ടിക്കപ്പെടാം, ഒരാളുടെ ഒരു വലിയ തകർച്ച സൃഷ്ടിക്കപ്പെടാം. അപ്പോൾ അത് പ്രേക്ഷകർക്കിടയിൽ ഒരു ഇമോഷണൽ പരിപാടി ഭയങ്കരമായിട്ട് വർക്കാവും. അപ്പോൾ ഇത് ഈ സംഭവം കഴിഞ്ഞ സ്പോട്ടിൽ ഞാൻ പോയി ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി ചോദിച്ചേ, നിങ്ങൾ മണ്ടത്തരം കാണിച്ചില്ലേ, നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് തന്നത്? ഞാനിത് പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് അറിയോ, അവൻ ഓൾറെഡി എൻ്റെ കൈ കൊണ്ട് എവിക്ഷൻ കിട്ടി എവിക്റ്റഡ് ആയെന്ന് പറഞ്ഞപ്പോൾ അവന് വിഷമായി കാണും. റെനീഷ കൊണ്ട് പറഞ്ഞാൽ മതി ഇത് പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി സിനിമാറ്റിക് വേർഷൻ ആക്കാറില്ലേ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ചില സാധനങ്ങൾ ഇമോഷണലി ഭയങ്കര രസമായിട്ട് ആൾക്കാർക്ക്. കാരണം രണ്ടുപേരുടെ ഭയങ്കര റിയൽ ഇമോഷൻ അല്ലേ, ഹാർട്ടിൽ നിന്ന് വരുന്ന ഇമോഷൻസ് അല്ലേ. അത് ഒരു സംവിധാനം പോലും അങ്ങനെ ചെയ്യിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞാനും മക്കളും ഒക്കെ ആയിട്ടുള്ള സീന് ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ എവിക്ഷൻ എപ്പോഴും കുറച്ച് വിഷമമുള്ള കാര്യമാണെങ്കിൽ പോലും ഈ എവിക്ഷനിൽ ഭയങ്കര രസകരമായിട്ടുള്ള കുറേ എവിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം സീസണിൽ വരുമ്പോൾ ഈ കമ്പാരിസൺ നടത്തും. പ്രത്യേകിച്ച് ലക്ഷ്മി പോയത് ബുള്ളറ്റ് പോയ സംഭവം പറയാറുണ്ട്, ജാസ്മിൻ ഇതിൽ പോയത് പറയാറുണ്ട്, ഇപ്പോൾ ബിൻസി ഓട്ടോലോ, അങ്ങനെ കുറേ സംഭവങ്ങൾ നല്ല രീതിയിലേക്ക് പറയാനായിരിക്കും. കണ്ട് ചിരി തോന്നിയിട്ടുള്ള എവിക്ഷൻ ഏതായിരുന്നു? ഇതിൻ്റെ ഈ പ്രേക്ഷകരുടെ ഇന്നലത്തെ എപ്പിസോഡ്, ഈ കഴിഞ്ഞ വീക്കിലെ എപ്പിസോഡാണ് ഞാൻ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് ഞാൻ കണ്ടത്. ലാലേട്ടൻ്റെ ആ ലക്ഷ്മിയായിട്ടുള്ള ഫുൾ ഫയർ. അതിൽ ആ ടാസ്കൊക്കെ നല്ല രസമായിരുന്നു. അത് ആക്ച്വലി അതല്ലേ സംഭവിക്കുന്നത്. ഒരാളൊരിടത്ത് എനിക്ക് പലപ്പോഴും സംഭവം, ഞാൻ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വേറൊരിടത്ത് വേറൊരു രീതിയിൽ എഴുതും, അവൻ പറയുന്നത് കേട്ട് വേറൊരു ഓൺലൈൻകാരൻ അവൻ്റേതായ രീതിയിൽ എഴുതും. അത് കറങ്ങി തിരിഞ്ഞും പിന്നെ അതിനെക്കുറിച്ചാണ് ചർച്ച. ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കും, ചർച്ച വേറെന്തോ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ആലോചിക്കുകയും ചെയ്തു, അതായിരുന്നല്ലോ സത്യമൊന്നും ചിന്തിച്ചു. അപ്പോൾ എപ്പിസോഡ് കാണുമ്പോഴാണ് നമുക്ക് പിന്നെ ഇത് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ പറയാം. ബിഗ് ബോസ് ഷോ എപ്പിസോഡാണ്. ലൈവ് എന്ന് പറയുന്നത് എപ്പിസോഡിന് നീതി പുലർത്താൻ വേണ്ടിയിട്ടും ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ ഷോ ചെയ്യുന്നതെന്ന് സമൂഹത്തോട് അവർ കാണിക്കാനും വേണ്ടിയിട്ടാണ് അവർ ലൈവ് ഇടുന്നത്. അല്ലാതെ ലൈവ് അല്ല ഷോ. ഈ ലൈവ് കൊണ്ട് പ്രയോജനം യൂട്യൂബിൽ റിവ്യൂ ഇട്ട് ജീവിക്കുന്നവർക്കാണ്. അതുകൊണ്ട് അവർക്ക് ലൈവ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാതെ വരും. അപ്പോൾ അവർക്ക് ഷോ മോശമായിട്ട് ഫീൽ ചെയ്യും. എപ്പിസോഡാണ് ആക്ച്വലി 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂറിന് വേണ്ടിയാണ് ഇവർ ഷോ നടത്തുന്നത്. പക്ഷേ അത് സത്യമാണോ അല്ലയോ നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ സീസൺ 1 ഇത് ഇവരെവിടെ നിന്ന് തപ്പിക്കൊണ്ടുവന്നു, ഇവരിനി സ്ക്രിപ്റ്റും എല്ലാം കൊടുത്തിട്ട് ജയിച്ചാണോ, ഇത് പ്രേക്ഷകർക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഇത് 100% ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെന്നും 24 മണിക്കൂർ നിങ്ങൾ കണ്ടു, ആ കണ്ടതിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഞങ്ങൾ എപ്പിസോഡിലേക്ക് കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ എപ്പിസോഡിലാണ് അവരൊരു കഥ രചിക്കുന്നത്. അത് ഈ പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒരുത്തനും പറയാനും അറിയത്തില്ല. റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അലറി കൂവി നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ചിലരൊക്കെ ഇരുന്നിട്ട് അങ്ങ് ഉപദേശിക്കുക, ഇവർ പറയുന്ന അകത്ത് കേൾക്കുക. എപ്പോഴും തോന്നിയിട്ടുണ്ടോ? മീൻ ഈ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ റിവ്യൂസ് കേൾക്കും. ഞാൻ ഇന്നലെ ഈ എപ്പിസോഡ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു റിവ്യൂ പറഞ്ഞാൽ, കാരണം എന്താണ് ഈ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നോ ആ മത്സരാർത്ഥികളുടെ പ്ലാൻ എന്താണെന്നോ ആർക്കും കൃത്യമായിട്ട് നമ്മൾ റിവ്യൂ പറയുമ്പോൾ എന്താ പറയണമെന്ന് അറിയാം. ഒരു മത്സരം കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു സമ്മർ മീഡിയ ആണെന്നൊന്നും, അതായത് മത്സരാർത്ഥികളുടെ ഒരു പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇത് ആക്കിക്കൊണ്ട് പറയുന്നത്.
ബാക്കിയൊക്കെ വലിച്ചു കീറി എന്തൊക്കെയോ വായിത്തോന്ന് വിളിച്ചു പറഞ്ഞ് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് മാത്രമാണ്. സമ്മറിൻ്റെ മാത്രമാണ് കുറച്ചും കൂടെ ഞാൻ വൃത്തിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ചെങ്കിലും. ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന് ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. രോഹൻ അത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, എനിക്ക് കുറേയൊക്കെ എനിക്ക് ആദ്യം എനിക്ക് കണക്ട് ആയത് ഷിജുചേട്ടൻ്റെ മകൻ വരാറും എനിക്ക് ഫസ്റ്റ് കുറച്ച് അത് മനസ്സിലാതുണ്ട്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് അനീഷ് ബുദ്ധിമാനാണ്. അനീഷിനത് കൃത്യമായിട്ട് ഷാനവാസിനെ മനസ്സിലായിട്ടുണ്ട്. ഷാനവാസിന് വളരെ മനോഹരമായിട്ടറിയാം, ഞാനെന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി അനീഷ് എന്ന് പറയുന്ന ഒരു കോമണറെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അനീഷിൻ്റെ തന്നെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ട് മാറ്റി നിർത്തിയാലും സമൂഹം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നീ വലിയ സീരിയൽ നടൻ, നീ വലിയ സെലിബ്രിറ്റി, ഞങ്ങളുടെ പാവം അനീഷിനോട് നീ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന നീ ആരെന്നാടേ നിൻ്റെ വിചാരം. ഇത് അനീഷിന് ഇത് ഷാനവാസിന് വളരെ മനോഹരമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഞാനൊരു സെലിബ്രിറ്റി ഒന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം. എനിക്കതുകൊണ്ട് തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനുമായിട്ടുള്ള സൗഹൃദത്തെ ഞാൻ അത്രയും വില കൊടുക്കുന്നു. അനീഷ് എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല അനീഷേ എന്ന് പറഞ്ഞ് ഷാനവാസ് അനീഷുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ ബ്രില്യൻസ് ആണ്. അത് ബുദ്ധിപരമായിട്ട് മാറ്റി നിർത്തി നിന്റെ വേല ഇയാളുടെ കൈ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് പിടി കൊടുക്കാതെ മാറി നിൽക്കുന്നത് അനീഷിന്റെ ഒരു ബ്രില്യൻസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നൊരു റിവ്യൂ പറയും, അത് അനീഷിന്റെ ബുദ്ധിയാണത്. പക്ഷെ അത് സത്യസന്ധതയൊന്നുമില്ല കേട്ടോ. അതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് വരുന്നത് സത്യസന്ധമായിട്ടല്ല, അതൊരു സത്യസന്ധമായിട്ടുള്ള സൗഹൃദമല്ല, അത് അയാൾക്കറിയാം, അത് അനീഷിനറിയാം. അതിന്റെ കാരണം അനീഷിനെ തള്ളി പറഞ്ഞാൽ ഒരു കോമണറെയാണ് തള്ളി പറയുന്നത്. അനീഷ് ഒരു അത്ര മോശം മത്സരാർത്ഥിയൊന്നുമല്ല, അയാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, അയാൾ അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അയാളുടെ തള്ളിപ്പറയാനും അയാളെ എതിർക്കാൻ, അതുകൊണ്ടാണ് അനീഷ് ആക്ഷേപിക്കുമ്പോഴും ഷാനവാസ് തിരിച്ചാക്ഷേപിക്കാത്തത്. അനീഷ് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. എനിക്കത് അങ്ങനൊന്നും നമ്മൾ അത്ര ആക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല. മരപ്പെട്ട മരക്കഴുതിയ മറ്റേത് പലതൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ആദില നൂറേം പോയിട്ട് ഇയാളെ ബുദ്ധിപരമായിട്ട് സൂപ്പറൂട്ടാണെന്ന് അന്നേരം പുള്ളി പറഞ്ഞു അത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇത് തന്നെയാണ് മറ്റൊരാളടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മസ്താനി പുള്ളി എടാ പോടാന്ന് വിളിച്ച് സംസാരിക്കുന്നു. ഭയങ്കര മോശം സംസാരമാണ് അതൊക്കെ. ഒന്ന് അയാളൊരു സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്, അറ്റ്ലീസ്റ്റ് പ്രായത്തിനെങ്കിലും മുതിർന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ പേര് വിളിച്ചോ, ഷാനവാസെ എന്ന് വിളിച്ചോ. അപ്പോൾ ഷാനവാസെ എന്ന് വിളിക്കുന്നതിൽ ഇപ്പോൾ ഷാനവാസ് പറയണം, നിങ്ങൾ എന്നെ ഷാനവാസെ എന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നെ ഷാനവാസ് ഇക്ക എന്ന് വിളിക്കണം, അതൊന്നും പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ പേരേ വിളിക്കൂ, ഒരു കുഴപ്പമില്ല. വിഷ്ണു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പലപ്പോഴും എന്നെ പേര് വിളിക്കുമായിരുന്നു, പക്ഷെ പുറത്തിറങ്ങിയിട്ട് വിഷ്ണു അത് വിളിക്കത്തില്ല. കാര്യം ഹൗസിനുള്ളിൽ ഞങ്ങളെല്ലാം ഈക്വലായിട്ടാണ്, ഞങ്ങളെല്ലാവരും മത്സരാർത്ഥികൾ, നമ്മളെല്ലാം ഈക്വലാണ്. അവിടെ സ്നേഹവും ബഹുമാനത്തിന് ഞാനിപ്പോൾ ഷിജുചേട്ടനെ ഷിജു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് എന്തോ തോന്നും. അപ്പം നമ്മളെന്തോ വലിയ അഹങ്കാരിയായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ഞാൻ അയാളെ ഷിജുചേട്ടാന്ന് വിളിക്കും, മറ്റുള്ളവരടുത്ത് നമ്മൾ പെരുമാറേണ്ട ആ രീതി പെരുമാറും. ചാരിറ്റി ചെയ്യുന്ന സമയത്ത് അതിനൊരു വിസിബിലിറ്റി ഉണ്ടാവുന്നതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനല്ല, അതിൻ്റെ ഉദ്ദേശശുദ്ധി മറ്റൊന്നാണ്. ഇത് രണ്ടും നടക്കും. അപ്പം നമ്മൾ ഒരാളെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സഹായിച്ചാൽ നമ്മൾ ആരുടെ പറയാം. മുമ്പാണെന്നുണ്ടെങ്കിൽ ചെമ്മണ്ണൂർ വിഷയത്തിൽ അല്ല, ഞാൻ ആ വിഷയത്തിലൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികളുണ്ട്, ഇപ്പോൾ ചെമ്മണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ കോർപ്പറേറ്റ് കമ്പനികളാണ്. ഇവർക്ക് CSR ഫണ്ട് വിനിയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഇവരുടെ കോടിക്കണക്കിന് രൂപ ആൾക്കാർക്ക് കൊടുത്തേ പറ്റൂ. അതിനകത്ത് നിയമപ്രകാരം അവർക്ക് കൊടുത്തേ പറ്റൂ, കൊടുക്കാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല. അതുപോലല്ല ഇപ്പം രോഹൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ പാപ്പുടന് കൊടുക്കുന്നത്. ഇപ്പം ഞാനും അങ്ങനെ ഭയങ്കര ടാക്സ് ഒന്നും എനിക്ക് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു പൈസ ഒരാൾക്ക് കൊടുക്കുന്നത് എൻ്റെ മനസ്സിൽ അവനെ സഹായിക്കണം എന്നുള്ള ചിന്തയിലാണ് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനല്ല കോർപ്പറേറ്റുകൾക്ക്, ലുലു ഉൾപ്പെടെയുള്ള സകല കോർപ്പറേറ്റുകൾക്കും CSR ഫണ്ട് അവർക്ക് ചാരിറ്റി ചെയ്തേ പറ്റും. അപ്പോൾ അവരാ ചെയ്യുന്നത് കാണിക്കുന്നത് അവർക്കൊരു ബിസിനസ് കൺവേർഷൻ. സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ എൻ്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര അല്പത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഓൾറെഡി വയനാട് വീട് വെച്ചിനെ കുറിച്ചിട്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതെ, അതെന്തുകൊണ്ടാണ് ഞാൻ രോഹൻ അതും അതിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് വയനാട്ടിലെ വീടിൻ്റെ കാര്യം, ചോദിച്ചത് കാര്യമായി. അതായത് ഞാൻ ആ സമയത്ത് അത് പറയുന്നതിൻ്റെ ഫസ്റ്റ് കാരണം, ദുരിതാശ്വാസ നിധിയിൽ ഫേക്ക് ഫണ്ട് കൊടുക്കുക എന്ന് മുഖ്യമന്ത്രി വന്നിട്ട് പറയുകയാണ്. എപ്പോഴാണ് പറയുന്നത്? ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി ഫണ്ട് പിരിക്കാൻ പറയുന്നത് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പം മുൻപ് പ്രളയത്തിന് വീട് കിട്ടാതിരുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ എനിക്കറിയാം. ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളും മറ്റും കേൾക്കുന്നുണ്ടല്ലോ. അന്നേരം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇപ്പോൾ ഇതാണോ ചെയ്യേണ്ടത്? വയനാട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം വേണം എന്ത് പറയേണ്ടത്? നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, പരമാവധി നമ്മളെ സഹായിക്കണമെന്ന് പറയേണ്ടത്. അപ്പം പെട്ടെന്ന് ഈ പണം പിരിക്കുക, അതായത് ഒരു ദുരന്തം നടന്ന സമയത്ത്, അതായത് എല്ലാ തട്ടിപ്പുകാരന്മാരുടെയും ഒരു പ്രത്യേക മനോഭാവങ്ങളിലൊന്നാണ്
ഒരുവന് ഒരു പ്രശ്നം പറ്റിയാൽ ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരുത്തിനൊരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് റോഡിലോട്ട് ഇറങ്ങും. എന്നിട്ടൊരു 50,000 രൂപ പിരിച്ചിട്ട് 15,000 രൂപ അവനും കൊടുത്ത് 35,000 രൂപ ചാര അടിക്കും. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമുക്കറിയാം. അപ്പം പ്രത്യക്ഷത്തിൽ അവനെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നന്മയും ചെയ്യുന്നുണ്ട്. 15,000 രൂപ വെറുതെ കിട്ടത്തില്ലല്ലോ. പക്ഷേ ഇവൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? ഇവൻ്റെ ഈ അവസ്ഥയെ എങ്ങനെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാം. അപ്പം നന്മ അല്ലെങ്കിൽ ഒരുത്തൻ്റെ ഒരു അവസ്ഥയെ മുൻനിർത്തി വളരെ ബുദ്ധിപരമായിട്ട് ചിലർ നടത്തുന്ന ചില നീക്കങ്ങളുണ്ട്. അതുപോലല്ല ചിലർ, അവരാരോടും പറയത്തില്ല. കൈ ചിലപ്പം 10,000 രൂപ ഉള്ളായിരിക്കും. എടാ നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആരെ അറിയിക്കണം, നീ വെച്ചോ എൻ്റെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നവനോടാണ് എനിക്ക് സ്നേഹം. അവനെ ചിലപ്പോൾ സമൂഹം നാളെ കാണുമ്പോഴൊക്കെ ചോദിക്കും. ഇത് രണ്ട് രീതി എടുക്കണം. ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും മറ്റേതുകൊണ്ടൊന്ന് കണക്ട് ചെയ്തോട്ടെ ഈ വയനാട്ടിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് വലിയ വിവാദമായി, വലിയ വിഷയങ്ങളായി. എനിക്കെതിരെ കേസെടുത്തു, വിമർശനം ആളിക്കത്തി. മുഖ്യമന്ത്രി വന്ന് മറുപടി പറഞ്ഞു. ചെറിയ വിജയമൊന്നുമല്ല എന്നെ സംബന്ധിച്ച്. ഞാൻ എന്നെപ്പോലെ സാധാരണക്കാരൻ ഒരു പ്രശ്നം ഉന്നയിക്കുകയും പ്രതിപക്ഷത്തിലെ പലരും അത് ഏറ്റുപിടിക്കാതിരിക്കുകയും ചെയ്തിട്ട് കൂടി മുഖ്യമന്ത്രി അത് വന്ന് മറുപടി പറഞ്ഞു. ജനകീയ കോടതി പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അതിൻ്റെ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ അതിമനോഹരമായി തന്നെ അത് അവതരിപ്പിച്ചു. ഗവൺമെൻറ് ആ വിഷയത്തെ വളരെ നല്ല രീതിയിൽ തന്നെ കണ്ടു. അവർ മനോഹരമായ രീതിയിൽ വയനാട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. വിമർശനം എന്ന് പറയുന്നത് ആരെയും നശിപ്പിക്കാനല്ല, ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായിട്ടൊരു ഭരണകൂടം എടുക്കുകയും ആ ക്രിയാത്മകത കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്ത എൻ്റെ വിമർശനം ആദ്യം സക്സസ് ആയി. ഇനി ഗവൺമെൻറ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്ത് 3 വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത അവിടെ കിട്ടും. അപ്പോൾ എനിക്ക് എങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം ചിന്തിച്ചു. എൻ്റെ കയ്യിൽ അതിനുവേണ്ടി പൈസ ഉണ്ടോ ഇല്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് 1 വീട് 2 വീട് ചെയ്യാൻ മന്നത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന, ഞാൻ ആ സമയത്ത് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ ഓണർ എന്നിലൂടെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് 1 വീട് പുള്ളി 2 സിനിമകളിലൂടെ എനിക്ക് കിട്ടുന്ന ശമ്പളം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിനകത്ത് കുറച്ചുകൂടി വ്യക്തത വരുന്നത്. അത് അവരായിട്ട് പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കണക്റ്റഡായിട്ട് അന്ന് വരുന്നു. പിന്നീട് നമ്മൾ വയനാട്ടിലെ പല ആൾക്കാരെയും ബന്ധപ്പെട്ടപ്പോൾ ഗവൺമെൻറ് തന്നെ എല്ലാവരെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി 100 വീട് വെച്ച് കൊടുക്കാമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അവിടെ ടൗൺഷിപ്പ് നിർമ്മിച്ച് കൊടുക്കാമെന്ന് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു. അവിടെ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് ഏതോ ഇന്ത്യൻ മലയാളി അസോസിയേഷൻ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ, വീടിൻ്റെ എണ്ണമൊക്കെ വന്നപ്പോഴത്തേക്ക് 1000-ലധികം വീടുകൾ ഓഫർ വന്നു. പക്ഷേ ഗവൺമെൻറ് ഇവരോട് ആരെടുത്തും അവരുടെ ഓഫർ സ്വീകരിച്ചില്ല. പകരം എല്ലാവരുടെടുത്തും 20 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ പറഞ്ഞു. ഒരു വീടിന് 20 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ പറഞ്ഞു. ഇതിൽ മുസ്ലിം ലീഗ് മാത്രമാണ് സ്വന്തമായി വസ്തു വാങ്ങി അവിടെ 105 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഗവൺമെൻറ് അപ്പോഴത്തേക്ക് 450 വീടുകളാണ് ലിസ്റ്റ് ചെയ്തത്. ഈ വയനാട്ടിൽ ദുരന്തബാധിതരായ ആൾക്കാർക്ക് 450 വീടുകൾ സർക്കാർ തീരുമാനിച്ചു. ഈ 450 വീടുകളിൽ ഒന്നുകിൽ വയനാട് കൽപ്പറ്റയിൽ ഉയരാൻ പോകുന്ന ആ ടൗൺഷിപ്പിലേക്ക് ആൾക്കാർക്ക് വന്ന് താമസിക്കാം, അല്ല ഗവൺമെൻറ്റിൻ്റെ ഈ കൽപ്പറ്റ ടൗണിൽ താമസിക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരാൾ നൽകുന്ന ഓഫർ സ്വീകരിച്ച് ഗവൺമെൻറ് കൊടുക്കുന്ന 15 ലക്ഷം രൂപ മേടിച്ച് പോകാം. അങ്ങനെ 105 കുടുംബങ്ങൾ മുസ്ലിം ലീഗ് വെച്ച് കൊടുക്കുന്ന വീട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ വീടും വസ്തുവും വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ച് അവർ ലീഗിൻ്റെ വീടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പണിയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. വയനാട് കൽപ്പറ്റയിൽ 1 വീട് മാത്രമാണ് നിലവിൽ പൂർത്തിയായത്. അപ്പം നമ്മൾ വിമർശിക്കുന്നത് സമയബന്ധിതമാക്കി പൂർത്തിയാക്കുമോ, ഇലക്ഷന് അപ്പം കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ചാരിറ്റി എന്ന് പറയുന്നത് നന്മയായിരിക്കണം ലക്ഷ്യം. പാവപ്പെട്ടവൻ്റെ അവസ്ഥ പരിഹരിക്കുക എന്നതാവണം ലക്ഷ്യം. വയനാട് ജനങ്ങളുടെ അവസ്ഥ എത്രയും പെട്ടെന്ന് മാറി അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. പക്ഷേ ഗവൺമെൻറ് അവിടെ ലക്ഷ്യം വെച്ചത് ഒരേ സമയം വയനാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം ഞങ്ങളാണ് രക്ഷകരെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനത്തിനെ അറിയിക്കണം, അത് ഞങ്ങൾക്ക് പരസ്യമായി മാറണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടിയിട്ട് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് അതിനാ ഡിലേ വരുന്നത്. അതാണ് എൻ്റെ സത്യം. ഇനി ഞാൻ വെച്ചു കൊടുക്കുന്ന വീട്, ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ ചെന്ന് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, അവിടുത്തെ ആക്ഷൻ കൗൺസിലിൻ്റെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മളെ ഇങ്ങോട്ടാണ് സമീപിക്കേണ്ടത്. അല്ല എനിക്ക് അവിടെ പോയിട്ട് ഞാൻ വീട് വെച്ച് തരാമേ എന്നൊന്നും പറഞ്ഞ് നടക്കാനൊന്നും പറ്റത്തില്ല. അവിടെ ചെന്ന് ഞാൻ ആൾക്കാരോട് സംസാരിച്ചപ്പോഴത്തേക്ക് 1-2 പേരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരെ ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇത് പരിശോധിച്ച് എന്തുകൊണ്ട് ഗവൺമെൻറ് 760 കോടി രൂപ വന്നിട്ട് കൊടുത്തില്ല എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണ്ടേ. ഇത്രയും വലിയ ഹ്യൂജ് തുകയുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ വയനാട്ടിൽ തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് കൊല്ലം ജില്ലയിൽ തന്നെ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇനി ഇതേ പൈസ ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ അവിടെ അങ്ങനെ ആരും നമുക്ക് പ്രോപ്പറായിട്ട് വരാത്തതിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി. കാര്യം ഓൾറെഡി നമ്മളിത് ചെയ്യാൻ തയ്യാറാണെന്ന് അവരെ അറിയിച്ചിട്ടാണ് വന്നത്. അവിടെ ഡയറക്റ്റ് പോയി അന്വേഷിച്ചിട്ടാണ് വന്നത്.
അപ്പം പിന്നീട് അങ്ങനെ ആരും എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. കാര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം കറക്റ്റാണ്. അല്ല, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിക്കേണ്ടതില്ല, ആവശ്യപ്പെട്ടുള്ളവർ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് ശരിക്കും നമുക്കറിയില്ല ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ സമീപിച്ചാൽ ഞാൻ പാലിക്കാൻ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അല്ല, ഞാനത് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട് അവരായിട്ട് എനിക്കുണ്ട്. അവിടുത്തെ ആക്ഷൻ, അതായത് വയനാട്ടിലൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടല്ലോ, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ആൾക്കാരാണ് അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കിയതും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതൊക്കെ ഇടയ്ക്ക് അവർക്കെതിരെ കേസൊക്കെ ഒരാൾ നിന്നിട്ട് വരെ എന്തുകൊണ്ടാണ് ആവശ്യക്കാർ? അല്ല, പറ്റത്തില്ല, നമുക്ക് വസ്തു വേണ്ടേ? ഈ ചൂരൽ നമ്മൾ പറയുന്ന കണക്കല്ല, ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗം എന്നും താമസയോഗ്യമുള്ള സ്ഥലമല്ല. പിന്നെ നമ്മളൊരു വീട് വെച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരാൾ പറയണം ഇപ്പം ഗവൺമെൻറ്റിൻ്റെ വീട് നമുക്ക് വേണ്ട, നമുക്ക് ഇവിടെ വേറെ ഇപ്പം ഗവൺമെൻറ് കൊടുക്കുന്ന വീടും കിട്ടി നമ്മൾ കൊടുക്കുന്ന വീടും കിട്ടിക്കഴിഞ്ഞാൽ അവൻ അനർഹനാണ്. നമുക്ക് അതിൻ്റെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാര്യം നമ്മളെ കയ്യിലൊന്നും ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം ഞാൻ ചെയ്യാം. എൻ്റെയൊക്കെ സമ്പത്ത് നമ്മളൊക്കെ ഉണ്ടാക്കി നമ്മൾ എന്താ രോഹം അതിന് വേണ്ടി പൈസ വളരെ കുറച്ച് പൈസയല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു വലിയ എമൗണ്ടായിട്ട് മാറുന്നത്. എൻ്റെ വീട് പോലും ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. ചേർത്ത് വയ്ക്കാൻ ചോദിക്കേണ്ട ഇതുകൊണ്ട് ഞാനിത് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ പലപ്പോഴും പറയുന്നുണ്ട്, ഇപ്പം ഞാൻ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടൊരു വരിയാണ്, നിനക്ക് ആദ്യം അച്ഛനമ്മയ്ക്കും ഉള്ളതിനെ ഒരു വീതിയുള്ള വഴിയുള്ള ഒരു വീട് പണിതൂടായറ ചോദ്യങ്ങൾ വരാറുണ്ട്. സത്യം, എനിക്ക് നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞു പണ്ട് മുതലേ പണം ഉണ്ടായത് കൊണ്ടല്ല ഈ നല്ലത് ചെയ്യണോ, അതെൻ്റെ ഉള്ളിൽ ഞാൻ രക്ഷപ്പെട്ട ഒരാളാണ്. എനിക്ക് 2010 ഞാൻ ആദ്യം മെഡിക്കൽ റെപ്പായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അലർഗൻ എന്ന് പറയുന്ന കമ്പനി കയറിയപ്പോൾ എനിക്ക് 50,000 രൂപ ശമ്പളത്തിലേക്ക് കയറുന്നു. അന്ന് ഞാൻ എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എൻ്റെ ശമ്പളത്തിനകത്തുനിന്ന് 3000 രൂപ എല്ലാ മാസവും നമ്മുടെ യുവജനവേദി എന്ന് പറയുന്ന അന്ന് നമ്മുടെ NSSൻ്റെ ഒരു യുവജനവേദിയുണ്ട്, ക്ലബ്ബാണ്, ഞങ്ങളെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്നൊരു ക്ലബ്ബാണ്, ഒഫീഷ്യൽ രജിസ്റ്റേർഡ് സംഘടനയല്ല. കാര്യം NSSന് അങ്ങനെ യൂത്ത് സംഘടനകളില്ല. അപ്പം ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഈ ഒരു 3000 രൂപ തരാം, നിങ്ങൾക്കുള്ള പൈസ അത് 1000 1000, 500 500, 100 100, നമ്മളൊരു 10-60 പേരുണ്ടല്ലോ, അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഈ നാടിന് വേണ്ടി ചെയ്യാം. ജാതി ഒന്നും നമ്മൾ നോക്കരുത്. NSS യുവജനവേദി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ NSSകാർക്ക് വേണ്ടി മാത്രമല്ല, ജാതി ഇതര എല്ലാ സമുദായങ്ങൾക്കും കുറഞ്ഞത് ഒരു ഓണത്തിനെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞങ്ങളന്ന് ഓണക്കിറ്റ് വിതരണം കാര്യങ്ങളുമൊക്കെ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 50-60 കുടുംബങ്ങൾക്ക് കണ്ടെത്തി ചെയ്തിട്ടുണ്ട്. അന്ന് കുറച്ച് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്തെന്നറിയാമോ, ഇവന് വലിയ ശമ്പളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട്. അന്നും ഇതേപോലത്തെ പരിഹാസങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതും ഞാനൊരു സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞ്, അതായത് ഞാൻ 3000 ഇട്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്താ, എനിക്ക് ഒരു കാര്യം കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പരിപാടികളുടെ ശമ്പളത്തിൻ്റെ ഒരു 10 to 15% ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കും. എന്തെങ്കിലും ഒരു അത്രേ ചെയ്തു, അത്രേ പറ്റൂ.